ജീസസ് വോയിസ് മിനിസ്ട്രിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നമുക്കൊന്നിച്ച് കർത്താവിൻ്റെ വചനത്തിലേക്ക് കടക്കാം. വായിക്കാം. റോമാലേഖനം 8-ാം അധ്യായം 18-ാമത്തെ വാക്യം. റോമൻ ചാപ്റ്റർ 8 വേഴ്സ് 18. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. ധന്യനായ പൗലോസ്ലീഹ റോമ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ സഭയെ എഴുതി ഉറപ്പിക്കുക, നമ്മിൽ വെളിപ്പെടാനിരിക്കുന്ന ദൈവ തേജസ് വിചാരിച്ചാൽ ഇപ്പോൾ നീ അനുഭവിക്കുന്ന കഷ്ടം സാരമില്ല. ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. നിന്നെ ദൈവം വിളിച്ചത് കൈയടിക്കാനും പാടാനും മാത്രമല്ല, ആർക്കും എടുത്തു മാറ്റാൻ കഴിയാത്ത ഒരു നിത്യ തേജസ്സിന് വേണ്ടിയാ കർത്താവ് നിന്നെ വിളിച്ചത്. അതുകൊണ്ട് പൗലോസ് പറയുക, നമ്മിൽ വെളിപ്പെടാനിരിക്കുന്ന തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടമൊന്നും സാരമില്ല. ചിലർ പറയാറുണ്ട്, എൻ്റെ പൊന്നു ബ്രദറെ, എനിക്ക് ഭയങ്കര കഷ്ടമാണ്. രോഗത്തിൻ്റെ കഷ്ടം, കടത്തിൻ്റെ കഷ്ടം, കുടുംബജീവിതത്തിൻ്റെ കഷ്ടം, കുഞ്ഞുങ്ങളുടെ ഭാവിയുടെ കഷ്ടം. ഇതെന്തൊരു കഷ്ടം! ആ കഷ്ടത്തെയെല്ലാം നോക്കി ചിരിച്ചോണ്ട് പറയണം, എനിക്ക് വരാൻ പോകുന്ന തേജസ് വിചാരിച്ചാൽ ഈ കഷ്ടം ഒന്നും സാരമില്ല. ദൈവം നിന്നെ വലിയൊരു തേജസ്സിന് വേണ്ടി വിളിച്ചതാ. നിങ്ങൾക്കറിയാമോ, യഹോവയായ ദൈവം മനുഷ്യനെ ഭൂമിയിൽ നിർമ്മിച്ചപ്പോൾ മനുഷ്യൻ ഇങ്ങനെയല്ലായിരുന്നു. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 7-ാം വാക്യം. യഹോവയായ ദൈവം ആകാശത്തുനിന്ന് കുനിഞ്ഞു കുനിഞ്ഞു താഴെ ഭൂമിയിലേക്ക് വന്ന് തൃക്കൈ കൊണ്ട് മണ്ണ് കുഴച്ചു. വെള്ളമൊഴിച്ച് കുഴച്ചെന്നല്ല, ഈ കോട്ടയത്തെ ഏത് പ്രമുഖന്റെ കയ്യിൽ മണ്ണ് കൊടുത്താലും വെള്ളമില്ലാതെ കുഴയ്ക്കാനൊക്കത്തില്ല, കുഴയത്തുമില്ല. പക്ഷെ ദൈവത്തിന്റെ തൃക്കൈ കൊണ്ട് മണ്ണ് കുഴച്ചാൽ വെള്ളമില്ലേലും മണ്ണ് കുഴയും. കാരണം അവൻ സൃഷ്ടിയുടെ മേൽ അധികാരമുള്ള കർത്താവത്രേ. അവൻ നമ്മി മണ്ണ് കൊണ്ട് കുഴച്ചു, പൊടി കുഴച്ചു. ദൈവത്തിന് സ്തോത്രം. മനുഷ്യ രൂപമുണ്ടാക്കി. അറിയാമോ, നിന്റെ മുഖത്തെ മൂക്കേലും കണ്ണേലും ഒക്കെ ഒന്ന് കൈവച്ചു പറയണം, ഇത് കർത്താവിന്റെ കൈ ഓടിയതാ, ഇത് കർത്താവിന്റെ കൈ ഓടിയതാ. ഞാൻ ഓർക്കുക, ബൈബിളിൽ വായിക്കുന്നുണ്ട്, പൗലോസ് പറയുന്നു, ദൈവത്തിന്റെ ദാനം, ദൈവത്തിന്റെ ജ്ഞാനം. നമ്മുടെ മുഖം എത്രയുണ്ട്! ഒരു ചെറിയ ബോളിന്റെ വലിപ്പമല്ല ഉള്ളൂ, ഒരു കൊച്ചു ഫുട്ബോളിന്റെ വലിപ്പമല്ല ഉള്ളൂ. മുഖം തലയെല്ലാം കൂടെ കൂട്ടി വെച്ചാൽ ഇതിനെ ഇത്രേ ഭാഗത്ത് നടത്തിയെടുത്താൽ ഒരു ബോൾ പോലെ ഉള്ളൂ. പക്ഷെ ആ മുഖത്ത് എന്തെല്ലാം കാര്യങ്ങളാ കർത്താവ് വെച്ചേക്കുന്നേ! മൂക്ക് വെച്ചു, ചെറി വെച്ചു, ചെവി വെച്ചു, കണ്ണു വെച്ചു, പിരിയം വെച്ചു, കൺപീലി വെച്ചു. നോക്കിയേ, ഈ എല്ലാവർക്കെല്ലാം, ഈ വെച്ചവർക്കെല്ലാം അതെല്ലാം ഉണ്ട്. അത് ഒരാൾക്ക് കണ്ണ് വെച്ചോ മറ്റേ ചെവിയെ വെച്ചോളോ? അല്ല, എല്ലാവർക്കും കണ്ണുണ്ട്, എല്ലാവർക്കും പിരിയമുണ്ട്, എല്ലാവർക്കും കൺപീലിയുണ്ട്, എല്ലാവർക്കും മൂക്കുണ്ട്. മൂക്കിനകത്ത് പൊടി അകത്തോട്ട് കയറാതിരിക്കാൻ വല വെച്ചിട്ടുണ്ട്. സ്തോത്രം. ചെറി വെച്ചിട്ടുണ്ട്, ദൈവത്തിന് സ്തോത്രം. ചെവി വെച്ചിട്ടുണ്ട്, എല്ലാം ദൈവം വെച്ച് തന്നു. എല്ലാവർക്കും വെച്ചു. പക്ഷേ എല്ലാവരും ഒരാളെ പോലല്ല, എല്ലാവരും വ്യത്യസ്തരാ. അത് ദൈവത്തിൻ്റെ ജ്ഞാനം. ഒരു വരകാരനെ വിളിച്ചു 100 രൂപയുടെ പേപ്പറും കുറേ പേനായും കൊടുത്തേച്ച് വരയ്ക്കാൻ പറഞ്ഞാൽ 10 മുഖം വരച്ച് കഴിയുമ്പോൾ പുള്ളി മുഖം ഇല്ലെന്ന് പറയും. സ്തോത്രം. എന്നാൽ തമ്പുരാൻ ഓരോ ദിവസം കോടിക്കണക്കിന് ജനത്തെ ഈ ഭൂമിയിൽ ഇതുവരെ ഇറക്കി, ഓരോ ദിവസം പുതിയതിനെ ദൈവം ഇറക്കിക്കൊണ്ടിരിക്കുക. അത് ദൈവത്തിന്റെ ജ്ഞാനത്തിൽ നിർമ്മിച്ചാക്കിയിരിക്കുക. നോക്കിയേ, യഹോവയായ ദൈവം നിലത്തെ പൊടിയെടുത്ത് കുഴച്ച് മനുഷ്യരൂപമുണ്ടാക്കി മനുഷ്യന്റെ മൂക്കിൽ ശ്വാസം ഊതി. അവൻ ഒറ്റ ഊത്തൂതിയേ ഉള്ളൂ, മണ്ണ് മനുഷ്യനായി. അതുകൊണ്ടാ എത്ര ഫെയർ ആൻഡ് ലെവലിൽ പൂശി നടക്കുന്നതിന് സൗന്ദര്യ മത്സരത്തിൽ സമ്മാനം കിട്ടിയ പുള്ളിക്കാരൻ ചത്ത ഉടനെ ഒരു ചോദ്യമുണ്ട്. പറഞ്ഞാട്ടെ, ഇത് ഹൈടെക് യുഗമാണേലും ഭർത്താവിന് ഭയങ്കര ഇഷ്ടമാണ് ഭാര്യയെ കണ്ടുകൊണ്ടിരിക്കാൻ. 2 ആഴ്ച കണ്ടുകൊണ്ടിരിക്കാൻ കൂടുതൽ ഒക്കുകയില്ല. ഇനി എത്ര ടെക്നോളജികൾ ഇവിടെ മാറി വന്നാലും ഭാര്യ മരിച്ചുപോയി, ഭർത്താവ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക, ഭയങ്കര കാശുകാരനാ പുള്ളി, എന്നാൽ 5 കൊല്ലത്തെ വെച്ചേക്കാന്ന് വിചാരിക്കുമോ? ഇല്ല, കാണാനും ഒക്കത്തില്ല, ഇരിക്കത്തുമില്ല. കാരണം ഇത് മണ്ണോട് ചേർന്നേ പറ്റൂ. അപ്പോൾ ഒരു കാര്യം ഓർക്കണം, നിന്നെ മണ്ണോട് ചേർന്നാലും രക്ഷിക്കപ്പെട്ടവനെ തേജസ്സിനായിട്ടാണ് കർത്താവ് വിളിച്ചേക്കുന്നത്. അത് കുടിലിൽ കിടക്കുന്നവന് കൊട്ടാരത്തിൽ കിടക്കുന്നതും ഈ നിയമം ഒരുപോലെ. ഇതിന് മത വർണ്ണ സഭ വ്യത്യാസമില്ല. എല്ലാവരും മരിക്കും. ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്കും നിയമിച്ചിരിക്കുന്നു. എന്നാൽ മുമ്പേ വായിക്കുന്നു, ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ചേർന്ന രാമയും പറഞ്ഞാട്ട്. അപ്പൊ ദൈവം മനുഷ്യനെ നിർമ്മിച്ചിട്ട് അവനെ നിർമ്മിച്ചത് തേജസ് കൊണ്ടാണ്.
പ്രൈസ് ഗോഡ്. എന്ന് പറഞ്ഞാൽ ദൈവത്തിന് സ്തോത്രം. ദൈവം ഒരു മനുഷ്യനെ ഉണ്ടാക്കി. ആ മനുഷ്യന് നമ്മളെ പോലെ പാൻറ് ഇല്ലായിരുന്നു, ഷർട്ട് ഇല്ലായിരുന്നു, ചുരിദാറില്ലായിരുന്നു, സാരി ഇല്ലായിരുന്നു. കാരണം അവൻ്റെ നഗ്നതയെ പൊതിഞ്ഞിരുന്നത് മുഴുവൻ ദൈവത്തിൻ്റെ തേജസ്സായിരുന്നു. ഹല്ലേലൂയ. അങ്ങനെയാണെന്ന് ഓർത്തെ, ആ ഒരു യുഗമായിരുന്നു ഇപ്പോഴെങ്കിൽ സ്തോത്രം. ഞാൻ ലാലുവിനെ നോക്കുമ്പോൾ ലാലു ഒരു തേജസ്സായും, ലാലു എന്നെ നോക്കുമ്പോൾ ഞാനൊരു തേജസ്സായും നിന്നേനെയും. പേടിക്കണ്ട, ആദമിൽ വന്ന പാപം തേജസ് കളഞ്ഞെങ്കിലും നീ പേടിക്കണ്ട, നിനക്ക് അതേപോലെ ഒരു അനുഭവം ദൈവം തരാൻ പോകുന്നുണ്ട്. പ്രൈസ് ഗോഡ്. ആ തേജസ്സിന് വേണ്ടി സർവശക്തനായ ദൈവം നമ്മെ വിളിച്ചിരിക്കുകയാ. അതുകൊണ്ട് കരങ്ങൾ അടിച്ചു ദൈവത്തിനോട് ഹല്ലേലൂയ പറഞ്ഞാട്ട്. ദൈവം എപ്പോഴും തന്റെ തേജസ് ജനത്തിന്റെ നടുവിൽ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. എപ്പോഴും ഓർക്കണം, ദൈവം തേജസ് വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുക. ഇന്നും പ്രാർത്ഥിക്കുന്നവന്റെ അടുക്കൽ ദൈവത്തിന്റെ തേജസ് വന്നുകൊണ്ടിരിക്കും. പ്രശ്നം നിന്നെ അലട്ടുമ്പോൾ നീ പറയണം, ദൈവത്തിന്റെ തേജസ്സിനെ മൂടട്ടെ. ഇന്നും പ്രാർത്ഥിക്കുന്നവനെ ദൈവം തന്റെ തേജസ്സിനെ വെളിപ്പെടുത്താറുണ്ട്. ദൈവം മനുഷ്യനെ തേജസ്സിൽ പൊതിഞ്ഞു. ആദമിനെ പൊതിഞ്ഞു, ഹവ്വയെ പൊതിഞ്ഞു. ഇവരുടെ തേജസ് നഷ്ടപ്പെട്ടത് എപ്പോഴാ? ഇവർ പാപം ചെയ്തപ്പോൾ. എപ്പോഴും ഓർക്കണം, പാപം തേജസ്സിനെ കളയുന്നതാ. കൈ കൊടുത്ത് പറ, പാപം തേജസ്സിനെ. അതുകൊണ്ട് ഒന്നുകൂടെ കൈ കൊടുത്ത് പറ, പാപം ചെയ്യല്ലേ എന്ന് പറ. പാപം തേജസ്സിനെ കളയുന്നത് അത്രേ. പ്രൈസ് ഗോഡ്. പാപം ചെയ്യാന്ന് പറഞ്ഞാൽ ചില ആൾക്കാർ പറയുന്നത് മോഷ്ടിക്കുന്നത് മാത്രമേ ഉള്ളൂ പാപം അല്ല. ഞണ പറയുന്നത് പാവമാണ്. ഇവിടുത്തെ കേട്ട അപ്പുറത്ത് പറയുന്ന പാവമാണ്. ഇച്ചിരിയും കാര്യം ഒത്തിരിയാക്കി പറയുന്നത്. ചിലരുടെ കയ്യിൽ എങ്ങാണ് ഒരു മൊട്ട സൂചി കൊണ്ട് ചോരോ, അയ്യോ അറിഞ്ഞില്ലയോ ആ പുള്ളിയുടെ കയ്യിൽ ക്രെയിൻ വീണ്, ഒരു സൂചി കൊണ്ട് 2 തുള്ളി രക്തം പോയുള്ളൂ. അത് ആ ആള് മറ്റേ ആൾ പറഞ്ഞോ ക്രൈം വീണ് പോകേണ്ടതായിരുന്നു. പിന്നെ ചാതഞ്ഞ് ബ്ലഡ് ഞാൻ നോക്കി ചീറ്റി. ഒരു കുപ്പി ഉണ്ടായിരുന്നു, ഞാൻ പിടിച്ച് തെളിവ് കാണിച്ചേന്. ചെറിയ ഒരു കാര്യമാണ്, ഭയങ്കര വിഷയമായിട്ട് അവതരിപ്പിക്കുക. അതും പാവം. അപ്പൊ ഇതെല്ലാം എന്ത് കളയുന്നതാ? തേജസ് കളയുന്നതാ. പുറപ്പാട് പുസ്തകത്തിൽ ദൈവത്തിന്റെ തേജസ് സീനായി മലയിൽ ഇറങ്ങുന്ന ഒരു രംഗം എഴുതിയിട്ടുണ്ട് പഴയ നിയമത്തിൽ. നമുക്കൊന്ന് വായിക്കാം. പുറപ്പാട് പുസ്തകം 24-ാം അധ്യായം 16-ാം വാക്യം. അങ്ങനെ മോശ പർവ്വതത്തിൽ കയറിപ്പോയി. ഒരു മേഘം പർവ്വതത്തെ മൂടി. ഒരു മേഘം പർവ്വതത്തെ മൂടി. യഹോവയുടെ തേജസ്സും സീനായി പർവ്വതത്തിൽ ആവസിച്ചു. ദൈവത്തിന്റെ തേജസ് സീനായിൽ ആവസിച്ചു. മേഘം 6 ദിവസം അതിനെ മൂടിയിരുന്നു. 6 ദിവസം മേഘം അതിനെ മൂടി. അവൻ 7-ാം ദിവസം മേഘത്തിന്റെ നടുവിൽ നിന്ന് മോശയെ വിളിച്ചു. യഹോവയുടെ തേജസ്സിന്റെ കാഴ്ച പർവ്വതത്തിന്റെ മുകളിൽ കത്തുന്ന തീ പോലെ ഇസ്രായേൽ മക്കൾക്ക് തോന്നി. തേജസ് ഇറങ്ങിയപ്പം ജനം കാണുക, കത്തുന്ന തീ പോലെ പർവ്വതം കത്തിക്കൊണ്ടിരിക്കുക. നിങ്ങൾക്കറിയാം, പഴയ നിയമത്തിലെ ജനം ദൈവം എന്ന് പറഞ്ഞാൽ മുട്ടിടിക്കുമായിരുന്നു. ആമേൻ. ഞാൻ പഴയ നിയമത്തെ തേജസ്സും പുതിയ തേജസ്സും കൂടെ ഒന്ന് പറയാനാ. ഇനി വരാൻ പോകുന്ന തേജസ് ഏതാന്ന് പറയാനാ. പഴയ നിയമത്തിൽ ദൈവമെന്ന് പറയുമ്പോൾ ജനം വിറയ്ക്കുമായിരുന്നു. കാര്യമെന്താ? ജനം നോക്കി നിൽക്കെ സീനായുടെ മുകളിൽ കത്തുന്ന തീ പോലെ ദൈവത്തിന്റെ തേജസ് ഇറങ്ങി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാനൊരു സത്യം ഇന്നും പറയാം. പ്രാർത്ഥന മുഴങ്കാൽ മടക്കി പ്രാർത്ഥിക്കാൻ നീ തയ്യാറാണെങ്കിൽ നീ ഇരിക്കുന്നിടത്തും തേജസ് ഇറക്കാൻ കർത്താവ് തയ്യാറാ. ഞാൻ ദൈവാത്മാവിനോട് പറയാം, നിന്റെ ബെഡ്റൂമിന്റെ കിടക്ക തേജസ് കൊണ്ട് നിറയ്ക്കാൻ ദൈവത്തിന് കഴിയും. നിന്റെ പ്രാർത്ഥന മുറി തേജസ് കൊണ്ട് നിറയ്ക്കാൻ ദൈവത്തിന് കഴിയും. നിന്റെ ശരീരം തേജസ് കൊണ്ട് നിറയ്ക്കാൻ ദൈവത്തിന് കഴിയും. അത് വിശ്വസിക്കാൻ കഴിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ചില പറയത്തില്ലയോ, ആ വീട്ടിൽ കയറിയ ഒരു വെളിച്ചവും ഇല്ല. അതിൻ്റെ അർത്ഥം തന്നെ അവിടെ ലൈറ്റ് ഇല്ലെന്നാണോ? ഒരു വീട്ടിൽ കയറി, നല്ല വീട്, മഞ്ഞ പെയിന്റ് അടിച്ച വീട്, അകത്ത് മൾട്ടി കളറാ, മൊത്തം തത്തപ്പച്ച മാർബിളായിട്ടിരിക്കുന്നത്. പിന്നെ ലൈറ്റ് എല്ലാം ഇങ്ങനെ വളഞ്ഞ തുമ്പിക്കൈ പോലെ വന്ന് ഇങ്ങനെ മേപ്പോട്ട് കുട പോലെ നിൽക്കുക. എന്തോ ലൈറ്റാണ്, ഇതുവരെ ആരും കണ്ടില്ല, ജർമ്മൻ സ്റ്റൈലാണ്. പക്ഷെ അകത്ത് കയറിയിട്ട് ഒരു വെളിച്ചമില്ല. അവിടുത്തെ ആൻറ്റിയെ കണ്ടിട്ട് വെളിച്ചമില്ല, അച്ഛനെ കണ്ടിട്ട് വെളിച്ചമില്ല. അതിനർത്ഥം അവർ ഫെയർ ലെവൽ ഇടിയിരുന്നില്ലെന്നല്ല, അവർ രാവിലെ ഷേവ് ചെയ്തില്ലെന്നല്ല, അവർ ഇന്ന് നല്ല ഉടുപ്പിട്ടില്ലെന്നല്ല, അവരുടെ വീട്ടിൽ കാറില്ലെന്നല്ല, അവർ ഇന്നലെ രാത്രി ബിരിയാണി കഴിച്ചില്ലെന്നല്ല, എല്ലാം ചെയ്തു. പക്ഷേ മുഖത്തെന്തോ ഇല്ല. അപ്പം ഞാൻ പറഞ്ഞതിൻ്റെ സാരം, ഇതൊന്നും ചെയ്താൽ ഈ പറയുന്ന തേജസ് വരത്തില്ല. ഈ പറയുന്ന തേജസ് വരണമെങ്കിൽ അത് ഉയരത്തിൽ നിന്ന് വരുന്ന തേജസ്സായിരിക്കണം. പഴയ നിയമത്തിൽ അക്ഷരീകമായി ഇറങ്ങിയ തേജസ്സ, പുതിയ നിയമത്തിൽ ഇറങ്ങുന്ന തേജസ് ആത്മീക തേജസ്സ. അക്ഷരീകമായി ഇറങ്ങിയ തേജസ് നോക്കി, സീനായി മലയുടെ മുകളിൽ യഹോവയായ ദൈവം ഇറങ്ങി വരിക. 6 ദിവസം പർവ്വതം കത്തി നിൽക്കുക. 40 ലക്ഷം ജനം നിന്ന് കാണുകയാണ് തേജസ് ഇറങ്ങുന്ന രംഗം. തേജസ് ഇറങ്ങിയച്ച് ഇടിവെട്ടുന്ന പോലെ ഇസ്രായേൽ പാളയം നടുങ്ങത്തക്കവണ്ണം കേൾക്കുന്നൊരു ശബ്ദം, മോശേ
കയറി വാ. മോസസ് കയറി വാ. മോശ കയറി ചെന്നപ്പോ എങ്ങനെയാണെന്നറിയോ? സ്വത്രം, തേജസ്സിനകത്തോട്ട് മോശ ചെന്നങ്ങ് കയറി. ദൈവവുമായിട്ട് സന്ധി സമ്മേളനം നടത്തുക മോശ. ഞാനൊരു സത്യം പറയാം, ഇന്നും ഒരു കാര്യം ഓർത്തേ, പ്രാർത്ഥനയിൽ ആത്മപൂർണ്ണത. ചിലർ പറയത്തില്ലയോ, ആത്മാവിന്റെ നിറവിൽ ഭയങ്കര ആരാധനയായിരുന്നു, ഞങ്ങൾ അറിയാതെ വിവശതയിലായി പോയി എന്ന് പറഞ്ഞാൽ അവൻ തേജസ്സിലായി പോയെന്നർത്ഥം. എന്ന് പറഞ്ഞാൽ അവൻ അവന്റെ ജഡം ഇവിടെ മറന്നു, എന്നിട്ട് അവൻ തേജസ്സിൽ മുകളിലേക്ക് എടുക്കപ്പെട്ടു. ഞാൻ ഇന്ന് ഓർക്കുന്ന ഒരിക്കലൊരു പാസ്റ്റേഴ്സ് കോൺഫറൻസ് ഇടുക്കിയിൽ നടക്കുക. ആ മീറ്റിങ്ങിൽ ഭയങ്കര ആരാധനയാണ്. 3 hours അന്യഭാഷയിൽ മാത്രം പ്രാർത്ഥിക്കുക. രാവിലെ 6 മണിക്ക് തുടങ്ങി 3 hours 9 മണി വരെ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുക. സ്തോത്രം. ആ സമയത്ത് 8:45 ദൈവത്തിന് ആര് പ്രസംഗിക്കാൻ എല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ അറിയാതെ ആത്മവിവശതയിലായിപ്പോയി. അടുത്ത 1.5 മണിക്കൂർ ഇവിടെ ഇല്ലായിരുന്നു. പ്രൈസ് ഗോഡ്. എന്താ? തേജസ്സിൽ എടുക്കപ്പെടുകയായിരുന്നു. എപ്പോഴും ഒരു സത്യം നിങ്ങൾ അറിയണം, ദൈവത്തിന് സ്തോത്രം, നിന്നെ വിളിച്ചത് ഇവിടെ കാറ് തരാനും വീട് തരാനും മാത്രമല്ല, നിനക്കൊരു തേജസ് തരാൻ വേണ്ടിയാ. നീ വിശ്വസിക്കണം, നീ പോകുന്നിടത്ത് ആ തേജസ് ഉണ്ടാകും. നീ ഒരു വീട്ടിൽ കാലുകുത്തിയാൽ ആ തേജസ് അവിടെ ഉണ്ടാകും. ഇവിടെ ബൈബിൾ വായിക്കുകയാ, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന്റെ തേജസ് സീനായി മലയിൽ ഇറങ്ങി വരികയാ. ദൈവത്തിന് സ്തോത്രം. അടുത്ത വാക്യം കൂടെ വായിച്ച്. യഹോവയുടെ തേജസ് സീനായി പർവ്വതത്തിൽ ആവസിച്ചു. മേഘം 6 ദിവസം അതിനെ മൂടിയിരുന്നു. അവൻ 7-ാം ദിവസം മേഘത്തിന്റെ നടുവിൽ നിന്ന് മോശയെ വിളിച്ചു. യഹോവയുടെ തേജസിന്റെ കാഴ്ച പർവ്വതത്തിന് മുകളിൽ കത്തുന്ന തീ പോലെ ഇസ്രായേൽ മക്കൾക്ക് തോന്നി. മോശയോ മേഘത്തിൽ തീ കത്തിയില്ല, പക്ഷെ കണ്ടപ്പോ തോന്നി കത്തുന്ന പോലെ. മോശയോ മേഘത്തിന് നടുവിൽ പർവ്വതത്തിൽ കയറി. മോശ 40 പകലും 40 രാവും പർവ്വതത്തിലായിരുന്നു. തേജസ്സിൽ ഇരുന്നപ്പോ 40 ദിവസം ഇരുന്നേ അറിഞ്ഞില്ല. ആമേൻ, 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 ആമേൻ. തേജസ്സിൽ ഇരിക്കുന്നവന് ഉപവസിച്ചാൽ ദിവസങ്ങൾ പോകുന്നേ അറിയത്തില്ല. ഒരാമയും വരുന്നില്ലല്ലോ. തേജസ് ഇല്ലാത്തവരാ പറയുന്നത് ഉപവാസം വേണ്ടാന്ന്. ഒരാമയും വരും. ഉപവാസവും വേണം. ആമേൻ. എല്ലാ ദിവസവും വേണമെന്നല്ല, വർഷത്തിലൊരു നല്ല ഉപവാസമെങ്കിലും വേണം. അത് എന്താന്ന് ചോദിച്ചാൽ നിനക്ക് തേജസ് വ്യാപരിപ്പാൻ ഇടയാകും. 40 ദിവസവും ആഹാരം കഴിച്ചില്ല, പകലും രാത്രിയും. കാരണം മോശ ദൈവത്തോടുകൂടെ തേജസ്സിൽ ഇരിക്കുകയായിരുന്നു. ദൈവത്തിന് സ്തോത്രം. അതേ അധ്യായം 33-ാം അധ്യായം 18-ാം വാക്യത്തിൽ ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന്റെ തേജസ് എന്ന് പറഞ്ഞാൽ ആ തേജസ്സിനകത്തോട്ട് മോശ കയറുകയാണ്. മോശ ദൈവത്തോട് ചോദിക്കാൻ, നിന്റെ തേജസ് എന്നെ ഒന്ന് കാണിക്കാമോ? നിന്റെ മുഖത്തിന്റെ തേജസ് ഒന്ന് വായിച്ചേ. അപ്പോൾ അവൻ, നിന്റെ തേജസ് എനിക്ക് കാണിച്ചു തരണമേ എന്ന് അപേക്ഷിച്ചു. മോശ പറയാ, ദൈവമേ നിന്റെ തേജസ് എന്നെ ഒന്ന് കാണിച്ചു തരണം. അതിനവൻ, ഞാൻ എന്റെ മഹിമയൊക്കെ നിന്റെ മുൻപാകെ കടക്കുമാറാക്കി യഹോവയുടെ നാമത്തെ നിന്റെ മുൻപാകെ ഘോഷിക്കും. കൃപ ചെയ്യുവാൻ എനിക്ക് മനസ്സുള്ളവനോട് ഞാൻ കൃപ ചെയ്യും. കരുണ കാണിപ്പാൻ എനിക്ക് മനസ്സുള്ളവനോട് ഞാൻ കരുണ കാണിക്കും എന്നരുളി ചെയ്തു. നിനക്ക് എന്റെ മുഖം കാണുവാൻ കഴിയുകയില്ല, ഒരു മനുഷ്യനും എന്നെ കണ്ട് ജീവനോടെ ഇരിക്കയില്ല എന്നവൻ കൽപ്പിച്ചു. ദൈവം പറഞ്ഞു, നിനക്ക് എന്റെ മുഖം കാണാൻ കഴിയത്തില്ല, കാരണം എന്റെ മുഖം കാണുന്നവൻ കത്തിപ്പോ. ഒരാമയും വരുന്നില്ലല്ലോ. ആമേൻ. തേജസ്സിലിരിക്കുന്ന ദൈവത്തിന്റെ മുഖം കാണാൻ മോശ പറഞ്ഞു, ജീവനുള്ള ആർക്കും കാണാനല്ല, കണ്ടാ ഉടനെ കരിഞ്ഞു പോകുന്നു. ആമേൻ. ഞാൻ ഒരിക്കല് പ്രസംഗിച്ചത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഈ യേശു ക്രിസ്തുവിനെ കല്ലറയിൽ അടക്കം ചെയ്ത്, അരിമത്തിക്കന്ന യോസഫിൽ അടക്കം ചെയ്തപ്പം ഒരു വലിയ കല്ലുകൊണ്ട് ഈ ഗുഹ അടച്ചു വെച്ചു. എന്നിട്ട് പാറ കിഴിച്ച് ചങ്ങലയിട്ട് റോമൻ മുദ്ര കൊണ്ട് മുദ്രയിട്ടു. എന്നിട്ട് പടയാളികൾ ഇങ്ങനെ നിൽക്കുക. എങ്ങനെയാ നിൽക്കുന്നത്? ഒരു പടയാളി ഇവിടെ കുന്തം പിടിച്ചുകൊണ്ട് നിൽക്കുക, മറ്റൊരു പടയാളി അപ്പുറത്ത് കുന്തം പിടിച്ചുകൊണ്ട് നിൽക്കുക, വേറൊരാൾ അതിനപ്പുറത്ത് ഇങ്ങനെ തൂണടിച്ച്, ഈ ടെന്റിന് ഇങ്ങനെ തൂണടിച്ചേക്കുന്ന ഇങ്ങനെ പടയാളികൾ നിൽക്കുക. സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ ഇറങ്ങിയത് എങ്ങനായിരുന്നു? ഒന്നുമല്ല, മിന്നല് പോലെ. ഒന്ന് വായിച്ച് 28-ാം അധ്യായം, മത്തായി സുവിശേഷം 28-ാം അധ്യായം 1-ാം വാക്യം. ശബ്ബത്ത് കഴിഞ്ഞ് ആഴ്ചവട്ടത്തിന് 1-ാം ദിവസം വെളുക്കുമ്പോൾ മഗ്ദലക്കാരത്തി മറിയയും മറ്റേ മറിയയും കല്ലറ കാണുവാൻ ചെന്നു. പെട്ടെന്ന് വലിയൊരു ഭൂകമ്പം ഉണ്ടായി. കർത്താവിന്റെ ദൂതൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നു. കല്ല് ഉരുട്ടി നീക്കി അതിന്മേൽ ഇരുന്നു. അവന്റെ രൂപം മിന്നലിനൊത്തതും. അവന്റെ രൂപം മിന്നലാ. നിങ്ങൾ എന്നെ ഒന്ന് നോക്കണം. ഒരു ദൂതൻ ആരേലും വന്നാൽ ഉടനെ കുന്തവും കൊണ്ട് ചാടുന്ന പടയാളി ഇങ്ങനെ ഒരു കൈ വാളും മറുകൈ കുന്തവും ഇങ്ങനെ പിടിച്ചോണ്ട് നിൽക്കുമ്പം വന്ന ദൂതൻ മിന്നലാ.
പുള്ളി അങ്ങോട്ട് നോക്കിയപ്പോൾ 1 മിന്നി, പിന്നെ നോക്കുമ്പോൾ 1 മിന്നി, 3 മിന്നിപ്പോൾ ഈ പുള്ളി താഴെ പോയി. അപ്പൊ അടുത്ത പടയാളി നോക്കുമ്പോൾ അവനും നോക്കുമ്പോൾ മിന്നുക. ആകാശത്ത് കൊല്ലാൻ മിന്നുന്ന കണ്ടിട്ടില്ലയോ? 1 മിന്നി, പിന്നെ നോക്കുമ്പോൾ വിരളും, പിന്നെ മിന്നും, പിന്നെ കണ്ണടയ്ക്കും. ഇവിടെ ദൂതൻ നിന്ന് മിന്നുന്നതിന് തൂമാരല്ലോ താഴെ ഇവൻ കണ്ണടച്ച് പിടിച്ച് ഇടയ്ക്കൊന്ന് തുറന്നു നോക്കുമ്പോൾ അടുത്ത മിന്നല. ദൂതൻ മിന്നുക. അപ്പൊ സ്വർഗത്തിന്റെ തേജസ് ഇറങ്ങി വന്നാൽ ഈ മിന്നലാ പണ്ട് ഡെമസ്കോസിന്റെ വടിവാക്കത്തിൽ പോയ നമ്മുടെ ശൗലിനെ 1 മിന്നിയതാ. നട്ടുച്ചയ്ക്ക് ടോർച്ചടിച്ച് പുള്ളിയെ. ഇത് തമ്പുരാന്റെ പദ്ധതിയാ. കാരണം ഇത് തേജസ്സിന്റെ ഇടപാടാ. ഇത് പഴയ നിയമത്തിലെ കാര്യമാണ് പറഞ്ഞത്. പുതിയ നിയമത്തിലോട്ട് വന്നതിനെ തുള്ളിച്ചാടാൻ ഒക്കത്തുള്ളൂ. ദൈവത്തിന്റെ സദ അത് അക്ഷരീക തേജസ്സാ. ഇവിടെ ഇറങ്ങുന്ന ആത്മാവിന്റെ തേജസ്സാ. ചേർന്ന് രാമീൻ പറഞ്ഞാട്ട്, നീ ഇന്ന് ഇരിക്കുന്നത് അക്ഷരീക തേജസ്സിലല്ല, നീ ഇന്ന് ഇരിക്കുന്ന ആത്മാവിന്റെ തേജസ്സിലാ. കരമടിച്ച് ദൈവത്തിനോട് സ്തോത്രം ചെയ്തേ. ഹല്ലേലൂയ. പുറപ്പാട് പുസ്തകത്തിൽ ദൈവം പറയുന്നുണ്ട്, മോശ പറയുന്നു, കർത്താവേ നിന്റെ തേജസ് എനിക്കൊന്ന് കാണണം. ഉടനെ കർത്താവ് പറയുക, കാണിച്ചാൽ നീ കരിഞ്ഞു പോകും, പക്ഷേ നീ പർവ്വതത്തിൽ കയറിക്കോണം, അകത്ത് കയറിക്കോണം. ഞാൻ പോയി കഴിയുമ്പോൾ പിൻഭാഗം മാത്രം ഒന്ന് കാണിച്ചേക്കാം. നീ ചോദിച്ചില്ലേ, പിൻഭാഗം മാത്രം ഒന്ന് കാണിച്ചേക്കാം. അത് കണ്ടപ്പോഴേ ഈ പുള്ളിയുടെ ഉള്ള ജീവൻ പോയി കാണും. പോട്ടെ, അതെല്ലാം അവിടെ നിൽക്കട്ടെ. പഴയ നിയമം അക്ഷരിക തേജസ്സ. പുറപ്പാട് പുസ്തകം 40 ദൈവത്തിന് സ്തോത്രം 34 വാക്യത്തിൽ സമാഗമന കൂടാരത്തിന്മേൽ യഹോവയുടെ തേജസ് മൂടി. ദൈവത്തിന് സ്തോത്രം. സംഖ്യാപുസ്തകം 14 വാക്യത്തിൽ ദൈവത്തിന് സ്തോത്രം ഭൂമി യഹോവയുടെ തേജസ് കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്നാണ് ബൈബിൾ പറയുന്നത്. ഭൂമി യഹോവയുടെ തേജസ് കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ലൂക്കോസ് സുവിശേഷം 2-ാം വാക്യത്തോടെ നമുക്ക് ചിന്ത തുടങ്ങാം. ലൂക്ക് ചാപ്റ്റർ 2 verse 8-9. അന്ന് ആ പ്രദേശത്ത് ഇടയന്മാർ രാത്രിയിൽ ആട്ടിൻകൂട്ടത്തെ കാവൽ കാത്ത് വെളിയിൽ പാർത്തിരുന്നു. ഇടയന്മാർ ആട്ടിൻകൂട്ടുകളെ മേയിച്ചുകൊണ്ട് വെളിയിൽ കിടക്കുക. അപ്പോൾ കർത്താവിന്റെ ഒരു ദൂതൻ അവരുടെ അരികെ നിന്നു. കർത്താവിന്റെ തേജസ് അവരെ ചുറ്റി മിന്നി. കർത്താവിന്റെ തേജസ് അവർക്ക് ചുറ്റും ചുറ്റി മിന്നി. അവർ ഭയപരവശരായി. ദൂതൻ അവരോട് ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാകാനുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷീകരിക്കുന്നു. യേശുക്രിസ്തുവിന്റെ ജനനം വെളിപ്പെടുത്തുവാൻ വന്ന ദൂതന്മാർ ആട്ടിടയന്മാരെ ദൈവ തേജസ് കൊണ്ട് ചുറ്റിയിട്ടവരോട് പറയുക, സർവ്വജനത്തിനും ഉണ്ടാകാനുള്ള മഹാസന്തോഷം ഇന്ന് ദാവീദിന്റെ ഭവനത്തിൽ യേശു എന്ന രക്ഷിതാവ് നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. എപ്പോഴും ഒരു കാര്യം ഓർക്കണം, ദൈവത്തിന് സ്തോത്രം. പുതിയ നിയമ സഭയിൽ പ്രാർത്ഥനയിലും ദൈവത്തിന്റെ തേജസ് ഇറങ്ങും. യോഹന്നാന്റെ സുവിശേഷം എടുത്ത് ജോൺ ചാപ്റ്റർ 1 verse 14. വചനം ജഡമായി തീർന്നു. കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഞങ്ങൾ അവന്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവന്റെ തേജസ്സായി കണ്ടു. പുത്രൻ ഭൂമിയിൽ ജീവിക്കുമ്പോൾ അവന്റെ മേൽ പിതാവിന്റെ തേജസ് ഉണ്ടായിരുന്നു. പ്രൈസ് ഗോഡ്. രക്ഷിക്കപ്പെട്ട ദൈവമക്കളുടെ മേലും ആ തേജസ് ഉണ്ട്. ഉറപ്പുണ്ട്? രാമീൻ പറ. ഒന്ന് കൈ കൊടുത്ത് പറയാം, എൻ്റെ മേൽ തേജസ് ഉണ്ടെന്ന് പറ. പലർക്കും നിന്നെ തകർക്കണമെന്ന് പദ്ധതിയുണ്ട്, പക്ഷെ അടുക്കാനൊക്കാത്തത് നിന്റെ മേൽ ഇരിക്കുക തേജസ്. മന്ത്രവാദി ഒരു അസ്ത്രം അവിടുന്ന് അടിച്ച് ഇങ്ങോട്ട് വിട്ടപ്പോൾ അസ്ത്രം വന്നതിനെക്കാട്ടി തിരിച്ചു വന്നേച്ചു അടുക്കാനൊക്കെ അവിടെ തേജസ്സാന്ന് പറഞ്ഞു. ആമേൻ. നിനക്കെതിരെ ഉള്ളവരെല്ലാം കൂടെ ചെയ്ത മന്ത്രവാദം കൂടെ പലിച്ചായിരുന്ന എന്നേ നമ്മുടെ വീട്ടിൽ പെട്ടി ഇറങ്ങിപ്പോയേനെ. പക്ഷെ ഇതൊന്നും വരാൻ എൻ്റെ കാര്യം മനസ്സിലായോ? വന്നതിനെ തിരിച്ചു വിടുന്നൊരു തേജസ് നിന്റെ പേരുണ്ട്. കർത്താവ് പകർന്നു വെച്ചിരിക്കുക. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. ഇവിടെ ബൈബിൾ പറയുന്നത് ശ്രദ്ധിക്കുക, നമ്മിൽ വെളിപ്പെടാനിരിക്കുന്ന. അപ്പൊ ഇപ്പൊ ഒന്നും വെളിപ്പെട്ടിട്ടില്ല. വെളിപ്പെടാനുള്ളതിൻ്റെ ഏതാണ്ട് ഒരു ചെറിയൊരു ഭാഗം മാത്രമേ ഇപ്പം നമ്മുടെ മേലുള്ളൂ. ആമേൻ. ഇതിനൊന്നുമല്ല വിളിച്ചത്, ഭയങ്കരനൊരു തേജസ്സിന് വേണ്ടിയാ. ഹല്ലേലൂയ. മരിച്ചവർ അക്ഷയരായി ഉരക്കുമെന്ന് എഴുതിയേക്കുന്ന പോലെ കല്ലറകൾ പിളർന്ന് ഈ ശരീരം ഇവിടെ വിട്ട് തേജസ്സിന്റെ ശരീരത്തോടെ ഈ മണ്ണിനെ വെടിഞ്ഞ് വിണ്ണിലേക്ക് പറന്നു പോകുന്ന ആ സുലഭമായ അന്തരീക്ഷം ഓർത്ത് കരമുയർത്തി ഒരു സ്തോത്രം ചെയ്തേ. സത്യത്തിൽ നമുക്ക് ഇരട്ട ഭാഗ്യമാ കിട്ടുന്നത്, ഇരട്ട പൗരത്വം എന്ന് പറയുന്ന പോലെ. ഈ ഭൂമിയിൽ നന്നായിട്ട് ദൈവത്തെ വിളിച്ച് ജീവിക്കാം, അവിടെ ചെല്ലുമ്പോഴും സ്വർഗമാണ്. നേരെ ഇവിടെ ആരാധന, അവിടെ
അപ്പൊ ഒരു കാര്യം ഓർത്തോണം, നിന്റെ അകത്ത് ചലനമുണ്ട്, ഓർത്തോണം, നീ മേളിൽ നിന്നുള്ള ശക്തിയായത്. ചുരുക്കി പറയാം, നമ്മിൽ വെളിപ്പെടാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടസാരമില്ല. ഇന്ന് ലൂയിസ് ഫിലിപ്പിന്റെ ഉടുപ്പൊക്കെ ഇട്ടോ, പക്ഷേ തേജസിന്റെ ഉടുപ്പ് ഇതല്ല. നിന്റെ ചുറ്റും തേജസ് കൊണ്ട് നിറവായിരിക്കും. ഒരു സത്യം വിളിച്ചു പറയാം, പ്രാർത്ഥിക്കാൻ നീ തയ്യാറാണെങ്കിൽ ഇന്നും തേജസ് പകരാൻ കർത്താവ് തയ്യാറാ. ഒരിക്കൽ യേശു പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും വിളിച്ചുകൊണ്ട് ഒരു സന്ധി സമ്മേളനത്തിന് പോയി. വായിക്കാം, മത്തായി സുവിശേഷം 17-ാം അധ്യായം 1, 2, 3 വാക്യങ്ങൾ. ദൈവത്തിന്റെ തേജസ് എന്ന് കാണിക്കാൻ കർത്താവ് കൊണ്ടുപോവുക. 6 ദിവസം കഴിഞ്ഞ ശേഷം യേശു പത്രോസിനെയും യോഹന്നാനെയും അവന്റെ സഹോദരനായ പത്രോസിനെയും യാക്കോബിനെയും അവന്റെ സഹോദരനായ യോഹന്നാനെയും കൂട്ടി തനിച്ചൊരു ഉയർന്ന മലയിലേക്ക് കൊണ്ടുപോയി. 3 പേരെ കൊണ്ടുപോയി. അന്ത്രയോസിനെ കൊണ്ടുപോയില്ല, മറ്റവരെ ആരെയും കൊണ്ടുപോയില്ല. പത്രോസിനെയും യാക്കോബിനെയും. അപ്പൊ കൂടെ ഏറ്റവും പറ്റി നിന്ന് പ്രാർത്ഥിച്ച ഗുണമെന്ന് പറഞ്ഞാൽ പ്രത്യേക മീറ്റിങ്ങിനൊക്കെ കർത്താവ് നിന്നെ കൊണ്ടുപോകും. ഒരാമയും വരുന്നില്ലല്ലോ. സ്തോത്രം. നോക്കിയേ, ആദ്യം 70 പേരായിരുന്നു, പിന്നെ 12 പേരായി, പിന്നെ കർത്താവ് സ്തോത്രം അതിൽ നിന്ന് 3 പേരായി, അതിൽ നിന്നും ഒരാളുണ്ടായിരുന്നു. ആമീൻ. ഒരു ചോദ്യമേ, ഇന്ന് കർത്താവ് വന്നാൽ നീ ഏത് സർക്കിളിൽ നിൽക്കും? ആദ്യത്തേത് പോവോ, രണ്ടാമത്തെ വരുവോ, മൂന്നാമത്തെ വരുവോ, നാലാമത്തെ കയറുവോ? ക്വസ്റ്റ്യൻ കേട്ടെ. സ്തോത്രം. 3 പേരെ കൊണ്ട് മേളിൽ പോയി. മോമ്പം വേഷത്തെ മനുഷ്യനായ യേശുവാ. ആമീൻ. ഇവിടെ തൊട്ട് താഴം വരെ ആമീൻ ദൈവത്തിന് സ്തോത്രം ഒരു വസ്ത്രം ധരിച്ചുകൊണ്ട് യഹൂദ മര്യാദ പ്രകാരം ദൈവത്തിന് സ്തോത്രം മല കയറുന്ന യേശു. അവിടെ ചെന്നപ്പം യേശു അവരുടെ മുമ്പിൽ ഒന്ന് രൂപാന്തരപ്പെട്ടു. ഒന്ന് വായിച്ചേ. അവരുടെ മുൻപാകെ രൂപാന്തരപ്പെട്ടു. അവന്റെ മുഖം സൂര്യനെ പോലെ ശോഭിച്ചു. ഇങ്ങോട്ട് നോക്കണേ, ശ്രദ്ധിക്കണേ. അങ്ങോട്ട് പോയപ്പോ യേശു, അവിടെ ചെന്നപ്പോ യേശു സൂര്യനായി. പത്രോസ്, യാക്കോബ്, യോഹന്നാനെ നോക്കുമ്പോൾ ഞെട്ടിപ്പോയി. ഒരു സൂര്യൻ. പാട്ടുകാരുടെ ഭാഷ പറഞ്ഞാല് 1000 സൂര്യൻ ഒന്നിച്ചു വന്നെന്ന്. ഹല്ലേലൂയ. ആമീൻ. ഒരു കാര്യം ചോദിക്കാം, എന്റെ ബ്രദറെ, നിങ്ങൾ എന്തിനാ കൈയടിച്ച് നിർത്തുന്നത്? ഞങ്ങൾ ആരാധിക്കുന്നത് ഈ 1000 സൂര്യനെ നോക്കുന്നവരാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാ എന്റെ പ്രിയൻ, പണ്ട് ഒരു ഇടയപ്പൻ കൊച്ചെ, അവിടെ പേര് പറയാവോ? ശൂലമി, ബൈബിളിലാ. അവൾ ഇടയപ്പൻ കൊച്ച. അവള് വന്നിട്ട് പറയാ, ശലോമോൻ വന്നേ, ശലോമോന്റെ യുവസുന്ദരികളെ നല്ല ഫെറാൻ ലെവലിൽ പൂശുപോലെ ഇങ്ങനെ മുടി വെട്ടി സ്റ്റേറ്റിനൊക്കെ ചെയ്ത അവളെ മിടുക്കിമാരെ നിരത്തി അങ്ങോട്ട് വളർത്തി 1000 ഭാര്യമാരാ വിളിക്കുക. സ്തോത്രം. പിന്നെ വേറെ വേറെ ഇങ്ങനെ നിരത്തി അങ്ങോട്ട് നിർത്തിയേച്ച് 999 നിർത്തിയേച്ച് പറഞ്ഞ, ശൂലമി, നിന്നെയും ശലോമിന് ഇഷ്ടപ്പെട്ടു, നിന്നെയും കെട്ടാൻ പോവാ. അപ്പൊ അവള് പറഞ്ഞു, കെട്ടല്ലേ, എനിക്കൊരു പ്രിയനുണ്ട്. അപ്പൊ ചോദിച്ചു, ശലോമോൻ ചോദിച്ചു, ശലോമോന്റെ ആൾക്കാർ ചോദിച്ചു, ആട്ടെ, ഈ നിൽക്കുന്ന സുന്ദരിമാരെ കാട്ടിൽ സുന്ദരനാണോ നിന്റെ പ്രിയൻ? അപ്പൊ പറയുക, 1000 പെണ്ണ് സ്ത്രീകളെ നിന്റെ മുമ്പിലുള്ളൂ, 10,000 പേരെ നിരത്തി വെച്ച് അവരുടെ സൗന്ദര്യം ഒപ്പിയെടുത്താൽ അവരെക്കാ വലുതാ എന്റെ പ്രിയന്റെ സൗന്ദര്യം. ഹല്ലേലൂയ. അവന്റെ പ്രിയൻ 10,000 ശ്രേഷ്ഠൻ, അവൻ വെണ്മയും ചുമപ്പുമുള്ളവൻ. ശലോമോനെ 1000 സുന്ദരിമാരെ നിർത്തി അവരുടെ സൗന്ദര്യം ദൈവത്തിന് സ്തോത്രം ഒന്നിച്ച് ഒപ്പിയെടുത്ത് വെച്ചാൽ, 10,000 സുന്ദരികളുടെ സൗന്ദര്യം ഒന്നിച്ച് ഒപ്പിയെടുത്ത് വെച്ചാൽ എന്റെ പ്രിയന്റെ സൗന്ദര്യം അതിനേക്കാൾ വലുതായിരിക്കും. പ്രൈസ് ഗോഡ്. എന്ന് പറഞ്ഞാൽ ദൈവത്തിന് സ്തോത്രം, ഇവർ കൊണ്ടുപോയി 1000 സൂര്യനെ പോലെ ദൈവത്തിന്റെ തേജസ് അങ്ങോട്ട് ഇറങ്ങി. അടുത്ത വാക്യം. അവന്റെ മുഖം സൂര്യനെ പോലെ ശോഭിച്ചു, അവന്റെ വസ്ത്രം വെളിച്ചം പോലെ വെള്ളയായി തീർന്നു. എന്ന് പറഞ്ഞാൽ തുവാല പോലെ വെള്ളയായെന്നല്ല, വെളിച്ചം പോലെ വെള്ളയായെന്ന്. കിട്ടിയോ? വെളിച്ചം പോലെ വെള്ള. മോശെ ഏലിയാവ് അവനോട് സംഭാഷിക്കുന്ന 2 പേര്, ഒരുത്തൻ വലത്ത് ഒരുത്തൻ ഇടത്ത് ഇറങ്ങി വന്നു. മോശെ ഏലിയാവും അവനോട് സംഭാഷിക്കുന്നതായി അവർ കണ്ടു. അപ്പോൾ പത്രോസ് യേശുവിനോട്, കർത്താവേ, നാം ഇവിടെ ഇരിക്കുന്നത് നന്ന്. ഇത്രയും കണ്ടപ്പം പത്രോസിന്റെ നേരെ പുള്ളി പറഞ്ഞു, നമുക്ക് ഇവിടെ വീട് വെക്കാന്ന് പറഞ്ഞു. ഇത്രയും നാൾ എറണാകുളം ടൗണിൽ ഫ്ലാറ്റ് വെച്ചാൽ താമസിക്കുന്നു പറഞ്ഞ പുള്ളി തേജസ് ഉണ്ടോ പറഞ്ഞു, മലയെ വെച്ചേക്കാന്ന് പറഞ്ഞു. അവന് സിറ്റിയെക്കാട്ടി ഇഷ്ടം തേജസ്സുള്ള മലയാ. ചേർന്നൊരാമയും പറഞ്ഞാട്ട് തേജസ്സുള്ള മലയാ ഏറ്റവും നല്ലത്. ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഞങ്ങളെ നേരിട്ട് കണ്ട് പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എല്ലാ ശനിയാഴ്ചയും ഞായറാഴ്ചയും കോട്ടയം കോടിമാതാ പാലത്തിനടുക്കുള്ള ലയൺസ് ക്ലബ് ഓഡിറ്റോറിയത്തിൽ നമുക്ക് ഒന്നിച്ച് കാണാം. യഹോവ ആകാശത്തിലെ കിളിവാതിൽ തുറന്ന് സ്ഥലം പോരാതെ വരുവോളം നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ഐശ്വര്യമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.